ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ പിള്ളേർ രണ്ടുപേരും രാവിലെ സ്കൂളിൽ പോയി. സ്കൂളിൽ രാവിലെ പോകുന്നതിൻ്റെ തിരക്കിനിടയിൽ അവർക്ക് കൊണ്ടുപോകാനും കഴിച്ചിട്ട് പോകാനും മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയുള്ളൂ. പിന്നെ നമുക്ക് സാവകാശം പിന്നെ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയാണ്. ഒരുപാട് നാളായി ഞാൻ അപ്പം ഉണ്ടാക്കിയിട്ട്. ഇവിടെ വന്ന് തേങ്ങയുടെയൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന പതിവില്ല. അപ്പോൾ ഇന്നത്തെ അപ്പം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഒട്ടും തേങ്ങ അരയ്ക്കാത്ത അപ്പമായിരുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് കുറേ നേരം ന്യൂസും ഒക്കെ കണ്ടിരുന്നു. ഇപ്പോൾ ഷിരൂർ അർജുനെ കാണാതായ ന്യൂസൊക്കെ ഒരു 7-8 ദിവസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭയങ്കര കഷ്ടമായിപ്പോയി. അപ്പോൾ നമ്മൾ നല്ലൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് നല്ല കുഞ്ഞിന് എൻ്റെ അച്ഛനെ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ കാപ്പിയൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചക്കലത്തേന് എന്തെങ്കിലും തോരൻ വെക്കാൻ എടുത്തു കേട്ടോ. ഇവിടെ ആണെങ്കിൽ അയ്യത്ത് നല്ല പാവയ്ക്ക കിട്ടുന്നുണ്ട്. ഇവിടെ 2 പേർക്കും ആ പാവയ്ക്ക ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചത്, ബീട്രൂട്ടിൻ്റെ കൂടെ ഒരു പാവയ്ക്ക നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ തോരൻ വെച്ചു. നല്ല തോരനുമായിരുന്നു. അങ്ങനെ ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിഞ്ഞ് മാർക്കറ്റിലൊന്ന് പോകണമായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും കൂടെ മാർക്കറ്റിൽ പോയി. അവന് ഒരു ടീഷർട്ട് വാങ്ങണമായിരുന്നു. അപ്പം ടീഷർട്ടൊക്കെ വാങ്ങാൻ ചെന്നപ്പോൾ ആ കടയിൽ ഫ്രണ്ട്ഷിപ്പ് ഡേയുടെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ബാൻഡ് ഒക്കെ കയ്യിലൊക്കെ ഇടുന്നത്, കയ്യിലും മോതിരമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ പച്ചക്കറി മേടിക്കാൻ പോയി കേട്ടോ. അതാണ്ട് നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറിയാണ് ഇവിടെ കിട്ടുന്നത്. ഈ പച്ചക്കറി കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫ്രഷായിട്ടുള്ള പച്ചക്കറിയാണ്. അങ്ങനെ നമ്മുടെ ചേനയും മുരിങ്ങയൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അതൊക്കെ കുറേശ്ശൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിൽ പോകുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ.